വിശുദ്ധ ലൂക്കാ സുവിശേഷം അധ്യായം 8. യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടി വയ്ക്കുകയോ കട്ടിലിനടി വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണുവാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതിരിക്കുകയും ചെയ്യുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ കരുതുന്നത് പോലും എടുക്കപ്പെടും. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശത്തെ ധ്യാനിക്കാം. ക്രിസ്തു ഭൂമിയുടെ പ്രകാശമായി രൂപം കൊണ്ടു. അന്ധകാരപൂർണമായിരുന്ന ലോകത്തെ തൻ്റെ സത്യപ്രകാശത്താൽ പൂരിതമാക്കി നമ്മെല്ലാവരെയും പ്രകാശത്തിൻ്റെ മക്കളാക്കി മാറ്റി. ആ ക്രിസ്തു ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു, വെളിച്ചം അപരന് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. അത് മൂടി വയ്ക്കപ്പെടേണ്ടതോ മറച്ചു പിടിക്കേണ്ടതോ അല്ല, പീഠത്തിന്മേൽ പ്രക്ഷോഭിക്കപ്പെടേണ്ടതാണ്. വെളിച്ചമുള്ളപ്പോൾ മാത്രമാണ് അവിടുത്തെ യഥാർത്ഥ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുക. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ന്യൂനതകൾ കണ്ടെത്തി അത് തിരുത്തുവാൻ സാധ്യമാവുക. നാം സത്യപ്രകാശമാകുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുമ്പോൾ നാം ഈ ഭൂമിയിലെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അസത്യത്തിലും തിന്മയിലും ജീവിക്കുന്ന ഓരോ വ്യക്തിയും അന്ധകാരത്തിലാണ് ജീവിക്കുക. നമ്മൾ മലമുകളിൽ പ്രകാശിക്കുന്ന ഗോപുരം പോലെ എല്ലാവർക്കും പ്രകാശം നൽകുന്ന, എല്ലാവർക്കും വഴി കാട്ടുന്ന, എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്ന നല്ല വ്യക്തികളായി തീരുവാൻ ക്രിസ്തു നമ്മെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ കൂടുതൽ ബലപ്പെടേണ്ടതുണ്ട്. പ്രപഞ്ചം രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അവിടെ പ്രകാശമുണ്ടാകട്ടെ എന്ന് സ്വർഗം കൽപ്പിച്ചപ്പോൾ അപ്രകാരം സംഭവിച്ചു. ഭൂമിയിൽ ദൈവം ആദ്യം തൻ്റെ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത് പ്രകാശത്തിന് രൂപം നൽകിക്കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആദ്യ സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ് പ്രകാശം. ആ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട് ലോകത്തിന് വെളിച്ചമാകാൻ നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദീപം കൂടുതൽ ശക്തമായി ജ്വലിക്കുവാൻ നമുക്ക് ഉള്ളിൽ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ എണ്ണയുണ്ടാകണം. നാം ദൈവസ്നേഹത്താൽ ജ്വലിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ദീപം അനേകർക്ക് പ്രകാശമാവുക. നഷ്ടപ്പെട്ടു പോയ എല്ലാ നന്മകളെയും ചൈതന്യത്തെയും വീണ്ടെടുക്കുവാൻ സാധ്യമാകുന്നതും പ്രകാശം പരത്തുമ്പോഴാണ്. നാം അന്ധകാരത്തിൻ്റെ മക്കളാകാനല്ല, സത്യപ്രകാശത്തിൻ്റെ മക്കളാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു സ്നേഹത്താൽ കൂടുതൽ തീക്ഷ്ണമായി പ്രകാശിക്കുവാൻ നാം എല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.